അടിയന്തരമായിട്ട് 1,00,000 രൂപ അതിന് അനുവദിക്കുകയും മഴ കഴിയുന്ന മുറയ്ക്ക് നമുക്കത് പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിലെ പുളിക്കൽച്ചിറ പാലത്തിന് സമീപമാണ് ഞാനുള്ളത്. പുളിക്കൽച്ചിറ പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയും അപ്രോച്ച് റോഡും തകർന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചാനൽ 10 വാർത്ത നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ റോഡിന് സമീപം അപകട സൂചനാ ബോർഡ് സ്ഥാപിക്കുകയും മഴക്കാലം കഴിഞ്ഞാലുടൻ റോഡിന്റെയും സംരക്ഷണ ഭിത്തിയുടെയും അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് നൽകാമെന്ന് വാർഡ് കൗൺസിലർ ഉറപ്പു നൽകിയിട്ടുമുണ്ട്. പെരിന്തൽമണ്ണയിൽ 32-ാം വാർഡിലെ മുട്ടുങ്ങൽ പ്രദേശത്തെ ജനങ്ങൾ നഗരത്തിലെത്താൻ ആശ്രയിച്ചിരുന്ന പുളിക്കൽച്ചിറ പാലത്തിന്റെ അപ്രോച്ച് റോഡും സംരക്ഷണ ഭിത്തിയും തകർന്നതുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥ കാണിച്ച് നഗരസഭാ അധികൃതർ ഒരു അപകട സൂചനാ ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചാനൽ 10 വാർത്ത നൽകിയതിനെ തുടർന്ന് നഗരസഭയുടെ നേതൃത്വത്തിൽ റോഡ് അപകടാവസ്ഥയിലാണെന്ന സൂചനാ ബോർഡ് പാലത്തിന് സമീപം സ്ഥാപിച്ചത്. കൂടാതെ സംരക്ഷണ ഭിത്തി തകർന്നയിടത്ത് താൽക്കാലിക പരിഹാരമെന്നോണം കല്ലുകൾ സ്ഥാപിച്ചിട്ടുമുണ്ട്. നഗരത്തിലെ 2 പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം എത്തിച്ചേരുന്നത് പുളിക്കൽച്ചിറ തോട്ടിലേക്കാണ്. JCB ഉപയോഗിച്ച് തോട്ടിൽ ശുചീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനിടയിലാണ് സംരക്ഷണ ഭിത്തിയും റോഡും തകർന്ന അവസ്ഥയിലായത്. ഇതുമൂലം ബുദ്ധിമുട്ടിലായ മുട്ടുങ്ങൽ പ്രദേശത്തെ 40ഓളം കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് 32-ാം വാർഡ് കൗൺസിലർ സന്തോഷ് മാസ്റ്റർ. മഴക്കാലം കഴിഞ്ഞാൽ ഉടൻ തന്നെ റോഡിന്റെയും സംരക്ഷണ ഭിത്തിയുടെയും അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് റോഡ് നവീകരിക്കുമെന്ന് വാർഡ് കൗൺസിലർ സന്തോഷ് മാസ്റ്റർ ചാനൽ 10 ന്യൂസിനോട് പറഞ്ഞു. 32-ാം വാർഡിലെ വലിയ ഒരു വിവാദം ഉണ്ടായിരിക്കുകയാണ് തോടുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. തോടും അതിന് അനുബന്ധമായിട്ടുള്ള ഒരു റോഡുമായി ബന്ധപ്പെട്ടിട്ട് യഥാർത്ഥത്തിൽ ആ റോഡിൻ്റെ പൂർത്തീകരണം ഈ സാമ്പത്തിക വർഷത്തിലാണ് നഗരസഭ പൂർത്തീകരിച്ചത്. അതേ സമയത്ത് തന്നെ ടെൻഡർ കൊടുത്തതായിരുന്നു തോട് നവീകരണവും. അപ്പോൾ ആ തോട് നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷങ്ങളിലും JCB തോടിലിറങ്ങിയിട്ടാണ് ചെയ്തിരുന്നത്. ഇത്തവണ JCB അവിടെ റോഡിൽ നിന്നിട്ടാണ് ആ തോടിൽ ക്ലീൻ ചെയ്ത്. അതിൻ്റെ ഭാഗമായിട്ട് JCBയുടെ പ്രഷറിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ചെറിയ ഇടിവ് സംഭവിച്ചിട്ടുള്ളത്. ഇത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ്. പക്ഷേ അതിനെ തുടർന്ന് അവിടെ ചെയർമാനും ഞാനും അതുപോലെ ശ്രീധരൻ മാഷും അടക്കമുള്ള എഞ്ചിനീയർ ഹെൽത്ത് വത്സൻ സാറ് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ അവിടെ പോയി നോക്കി പരിശോധിച്ച് അടിയന്തരമായിട്ട് 1,00,000 രൂപ അതിന് അനുവദിക്കുകയും മഴ കഴിയുന്ന മുറയ്ക്ക് നമുക്കത് പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതോടെ ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്ക ഒഴിയുകയാണ്. മുട്ടുങ്ങൽ പ്രദേശത്തെ 40ഓളം കുടുംബങ്ങൾ ആശുപത്രികൾക്കും മറ്റാവശ്യങ്ങൾക്കുമായി ഉപയോഗിച്ചിരുന്ന ഈ റോഡ് സഞ്ചാരയോഗ്യമാകുന്നതോടെ ഇവിടുത്തെ ജനങ്ങളുടെ നഗരത്തിലെത്താനുള്ള ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാവുകയാണ്. ക്യാമറാമാൻ സുനിൽ മോഹനൊപ്പം അശ്വിനി മോഹൻദാസ്, ചാനൽ 10 പെരിന്തൽമണ്ണ. ജാം ജൂമിൽ നിന്ന് 999 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യൂ. മെഗാ സമ്മാനമായി സ്വിഫ്റ്റ് കാർ നേടൂ. കൂടാതെ 5 ഹോണ്ട ആക്ടിവ, 10 TV, 5 വാഷിംഗ് മെഷീൻ, ഗ്യാസ് സ്റ്റൗ, മിക്സി, കുക്കർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങൾ. ഇനി ഷോപ്പിംഗിനൊപ്പം സമ്മാന വർഷം. മലബാറിന്റെ തലപ്പത്ത്. ജാം ജൂം ബിസിനസ് ഗ്രൂപ്പ് സെലിബ്രേറ്റിംഗ് 10 years of success. ജാം ജൂം ഹൈപ്പർ മാർക്കറ്റ്, കാലിക്കറ്റ്, മലപ്പുറം, പെരിന്തൽമണ്ണ, കൽപ്പറ്റ, നിലമ്പൂർ.